ഹായ് സ്റ്റുഡൻസ്, സിവിൽ ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്ന രണ്ട് മെത്തേഡായ ലോങ് വാൾ, ഷോർട്ട് വാൾ മെത്തേഡിനെ പറ്റിയും അതുപോലെ തന്നെ സെൻറ്റർ ലൈൻ മെത്തേഡിലും എങ്ങനെയാണ് നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്നതെന്ന് പറയുന്ന വീഡിയോ ക്ലാസ്സാണിന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് പറയുന്നത് ലോങ് വാൾ, ഷോർട്ട് വാൾ മെത്തേഡ് വെച്ചിട്ടാണ്. ഓക്കെ, ആദ്യം നമ്മൾ നോക്കുന്നത് ലോങ് വാൾ, ഷോർട്ട് വാൾ മെത്തേഡാണ്. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്ലാനിൻ്റെ ഒരു സ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ബ്രിക്കിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം ബ്രിക്കിൻ്റെ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് ബ്രിക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്തോന്നൊക്കെ വേണം? വോളിൻ്റെ വോളിയം കാണും, അതായത് ലെങ്ത് വേണം, വോളിൻ്റെ ലെങ്ത് വേണം, അതുപോലെ തന്നെ ഹൈറ്റ് വേണം, ദെൻ വോളിൻ്റെ തിക്നെസ് വേണം. ഇവിടെ നമുക്ക് വോളിൻ്റെ ലെങ്ത് നമുക്ക് ഈ ഒരു ലോങ് വാൾ, ഷോർട്ട് വാൾ മെത്തേഡിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് നമുക്കറിയാം, നമ്മൾ നോർമലി കൊടുക്കുന്നത് 3 മീറ്ററാണ്. അതുപോലെ വാൾ തിക്നെസ് എത്രയാണ്? വാൾ തിക്നെസ് 20 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, ഹൈറ്റ് 3 മീറ്ററും തിക്നെസ് 20 സെൻറ്റിമീറ്ററുമാണ്. ഇനി നമുക്ക് ലെങ്ത്, അപ്പം നമുക്ക് ഹൈറ്റും അറിയാം, തിക്നെസ്സും അറിയാം. ഇനി നമുക്ക് ലെങ്താണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ലെങ്ത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന രീതിയാണ് ഈ ലോങ് വാൾ, ഷോർട്ട് വാൾ മെത്തേഡിൽ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാൻ നമ്മൾ തന്നിട്ടുണ്ട്. ഇതിലൊരു 2 റൂമുണ്ട്. കൊടുത്തിരിക്കുന്നത് 2 റൂമാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇനി ഈ ലോങ് വാൾ, ഷോർട്ട് വാൾ മെത്തേഡിൽ നമ്മൾ ലോങ് വാളിൻ്റെയും ഷോർട്ട് വാളിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലോങ് വാളിൻ്റെ ലെങ്തും ഷോർട്ട് വാളിൻ്റെ ലെങ്തും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിനു വേണ്ടി ആദ്യം നമുക്കൊരു ഫോർമുല പഠിക്കാം. ലെങ്ത് ഓഫ് ലോങ് വാൾ. ഓക്കെ, ലോങ് വാളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഫോർമുല നോക്കാം. അതിന് ലോങ് വാളിൻ്റെ ലെങ്ത് കാണാനായിട്ട് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, ഓക്കെ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പ്ലസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ്. ഓക്കെ, ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ്. ലെങ്ത് ഓഫ് ലോങ് വാൾ കാണാനായിട്ടുള്ള ഫോർമുലയാണ് പറഞ്ഞത്. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, അതായത് വാളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പ്ലസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ്. ഈ ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ് എന്ന് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് താഴോട്ട് ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി പറയാം. അപ്പോൾ ഇതാണ് ലോങ് വാളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ. ഇതുപോലെ ഷോർട്ട് വാളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഫോർമുല ഉണ്ട്. ഷോർട്ട് വാളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഇതുപോലെ തന്നെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മൈനസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ്. അവിടെ ഈ പ്ലസ് മൈനസ് ആവും, ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി ടൈംസ് എല്ലാം സെയിം തന്നെയാണ്. ലോങ് വാളിൻ്റെ ഡിസ്റ്റൻസ് കാണാനായിട്ട് എങ്ങനെയാണ്? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പ്ലസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ്. ദെൻ ഷോർട്ട് വാളിൻ്റെ ഡിസ്റ്റൻസ് കാണാനായിട്ട് എങ്ങനെയാണ്? ഷോർട്ട് വാളിൻ്റെ ലെങ്ത് കാണാനായിട്ട് എങ്ങനെയാണ്? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മൈനസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ലോങ് വാളിൻ്റെ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഈ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എത്ര ലോങ് വാൾ നമുക്ക് കാണാൻ കഴിയൂടാ? ഏതൊക്കെയാണ് ലോങ് വാൾ? നമുക്ക് 2 ലോങ് വാളുണ്ടല്ലോ. ഇതൊരു ലോങ് വാളാണ്, അതുപോലെ തന്നെ ഇതൊരു ലോങ് വാളാണ്. ഇനി ഷോർട്ട് വാൾ ഏതൊക്കെയാണ്? ഈ ഒരു പ്ലാൻ എടുത്ത് കഴിഞ്ഞാൽ ഷോർട്ട് വാൾ, ഇതൊരു ഷോർട്ട് വാളാണ്, ഇതൊരു ഷോർട്ട് വാളാണ്, ഇതൊരു ഷോർട്ട് വാളാണ്. അപ്പോൾ 2 ലോങ് വാളുണ്ട്, 3 ഷോർട്ട് വാളുണ്ട്. ഞാൻ ഈ റെഡിൽ കൊടുത്തിരിക്കുന്നതാണ് വാളിൻ്റെ സെൻറ്റർ. ഓക്കെ, വാളിൻ്റെ സെൻറ്ററാണ് ഞാൻ ഈ ഡോട്ടഡ് ലൈനായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ലോങ് വാളുണ്ട്, 3 ഷോർട്ട് വാളുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഞാൻ പറഞ്ഞു ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മളിന്ന് നോക്കുന്നതെന്ന് പറഞ്ഞു. സോ അതിന് നമുക്ക് അതിലോട്ട് വരാം. അപ്പോൾ നമുക്ക് ആദ്യം ലോങ് വാളിൻ്റെ കാര്യം തന്നെ എടുക്കാം. ലോങ് വാളിൻ്റെ ഫോർമുല എന്താണ് നമ്മൾ പറഞ്ഞത്? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പ്ലസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ്. ആദ്യം സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, അതായത് ഇതാണ് ഈ വാളിൻ്റെ സെൻറ്റർ. ഓക്കെ, ഈ സെൻറ്റർ മുതൽ ഇതാണ് അടുത്ത സെൻറ്റർ. ഈ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക. ഓക്കെ, ഇത്രയും ഡിസ്റ്റൻസ് ആദ്യം നമ്മൾ എടുക്കുന്നു. ഇത്രയും ഡിസ്റ്റൻസ് ഇവിടെ വാൾ തിക്നെസ് ഞാൻ പറഞ്ഞു 20 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് അളവൊന്നും പറയുന്നില്ല, അല്ലാതെ ഇത്രയും ടോട്ടൽ ഡിസ്റ്റൻസ് ഞാനിപ്പോൾ ഒരു 600 സെൻറ്റിമീറ്റർ എന്ന് എടുക്കുന്നു. ഓക്കെ, 600 സെൻറ്റിമീറ്റർ എന്ന് എടുക്കുന്നു. ഇതിൽ ഈ ഡിസ്റ്റൻസും ഈ വാൾ തിക്നെസ്സും എല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലോങ് വാളിൻ്റെ ഇതൊരു ലോങ് വാളാണ് ഇപ്പോൾ എടുത്തത്. ഇതൊരു ലോങ് വാളാണ്. ഈ ലോങ് വാളിൻ്റെ സെൻറ്റർ ഇതാണ് സെൻറ്റർ. ഓക്കെ, ഇതാണ് സെൻറ്റർ. ഈ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണടാ? ഞാൻ പറഞ്ഞു 600 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പോർഷനാണ് നമ്മൾ ആദ്യം എടുക്കുന്നത്. ഞാൻ
ഈ കളർ ഇപ്പോൾ വെച്ച് വരയ്ക്കുന്ന അത്രയും പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇത്രയും പോർഷൻ നമ്മൾ ലോങ് വാളിന് വേണ്ടി എടുത്തു. അത്രയും ഡിസ്റ്റൻസാണ് എത്ര പറയുന്നത്, 600 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. ഇനി നമുക്കിത് നോക്കിയാൽ അറിയാം, ഇത്രയും പോർഷൻ ബാക്കി ഈ സൈഡിലും ഇത്രയും പോർഷൻ ഇവിടെ ബാലൻസ് കിടപ്പുണ്ടല്ലോ. ഈ സൈഡിലും ഇത്രയും പോർഷൻ ബാലൻസ് കിടപ്പുണ്ട്, ഇത്രയും പോർഷൻ നമ്മൾ ബാലൻസ് കിടപ്പുണ്ട്. അവിടെ നമ്മൾ ബ്രിക്ക് വർക്ക് വയ്ക്കും. ഓക്കെ, ആ പോർഷൻ്റെ ലെങ്ത് കൂടെ ആഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമുലയിൽ പറഞ്ഞ ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ലോങ് വാളാണ് പഠിക്കുന്നത്. ലോങ് വാളിൽ ആദ്യത്തെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പ്ലസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡാണ്. അതിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പറഞ്ഞു. ദെൻ ഈ ബാക്കി കിടക്കുന്ന പോർഷൻ രണ്ട് സൈഡിലും കുറച്ച് പോർഷൻ ബാക്കി കിടപ്പുണ്ട്. ആ ടൈം എടുക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്, വാൾ തിക്നെസ് എത്ര ഞാൻ പറഞ്ഞത് 20 സെൻറ്റിമീറ്റർ ആണല്ലേ. സോ ഇതിൽ 20ൻ്റെ പകുതിയിലൊന്നാണ് ഇത്രയും പോർഷൻ നമ്മൾ എടുത്തു. ബാക്കി ബാലൻസ് ഉള്ള ഇത്രയും പോർഷൻ എത്രയാണ്, 10 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഇവിടെയും എത്രയുണ്ട്, 10 സെൻറ്റിമീറ്റർ ഉണ്ട്. സോ 10 + 10 എടുക്കുമ്പോൾ 20. സോ ആ 20ൻ്റെ കൂടെ ഈ 600 കൂട്ടുമ്പോൾ എത്രയായി, 620 അതായത് ഈ ലോങ് വാളിൻ്റെ അല്ലേ, ഈ ലോങ് വാളിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 620 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മൾ ആദ്യം ഈ ലോങ് വാളാണ് കൺസിഡർ ചെയ്തത്. ഞാൻ വരച്ചിരിക്കുന്ന ഈ ലോങ് വാൾ കൺസിഡർ ചെയ്തു. അതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എടുത്തു. ഇതാണ് സെൻറ്റർ, ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു. അതാണ് 600 എന്ന് പറഞ്ഞു. ദെൻ ബാക്കിയുള്ളത് ഇത്രയും പോർഷൻ രണ്ട് സൈഡിലും ബാലൻസ് ഉണ്ട്. ആ പോർഷൻ്റെയും ലെങ്ത് നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ലോങ് വാളിൻ്റെ ഫോർമുലയിലുള്ള കാര്യമായ +1/2 വിഡ്ത്ത് ഓഫ് ബോത്ത് സൈഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, അതാണ് ഇത്. അതായത് വാൾ തിക്നെസ് 20 ആണ്, അതിൻ്റെ പകുതിയാണ് 10. അതുപോലെ ഇവിടുത്തെ വാൾ തിക്നെസ് 20 ആണ്, ഇതിൻ്റെ പകുതി അതായത് 10 എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിസ്റ്റൻസിലൂടെ നമ്മൾ എടുത്തു. ബാലൻസ് ഉള്ള 10 നമ്മൾ ആഡ് ചെയ്യണം. അതാണ് ഈ സൈഡിലുള്ള 10ഉം ഈ സൈഡിലുള്ള 10ഉം കൂടി ആയപ്പോൾ 20 ദെൻ ടോട്ടൽ 620. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു ലോങ് വാളാണ്, ഇതൊരു ലോങ് വാളാണ്, അങ്ങനെ രണ്ട് ലോങ് വാളുണ്ടെന്ന് പറഞ്ഞു. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ 620 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, ആ കിട്ടുന്ന ആൻസർ ആയിരിക്കും ഈ ഒരു പ്ലാനിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിൽ ടോട്ടൽ ലോങ് വാളിൻ്റെ ടോട്ടൽ ലെങ്ത്. ലോങ് വാളിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയായിരിക്കും, 620 × 2. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഇവിടെ വീണ്ടും നമ്മൾ അങ്ങനെ ലെങ്ത് എടുത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാം. അതിനേക്കാളും എളുപ്പം ഈ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും ഇവിടെയും വരുന്നത്. സോ ഈ ഒരു ലോങ് വാളിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് എത്ര ലോങ് വാളുണ്ടോ അതുകൊണ്ട് ഇൻറ്റു ചെയ്യുക. ഓക്കെ, ഒരു ലോങ് വാളിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് എത്ര ലോങ് വാളുണ്ടോ അതുകൊണ്ട് ആ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ലോങ് വാളിൻ്റെ ടോട്ടൽ ലെങ്ത് കിട്ടി. ഓക്കെ, ഇനി അടുത്ത ടൈമാണ് ഷോർട്ട് വാൾ. അപ്പോൾ ലോങ് വാളിൻ്റെ ഡിസ്റ്റൻസ് കിട്ടി. ദെൻ അടുത്താണ് ഷോർട്ട് വാൾ. ഇതൊക്കെ എത്ര പറഞ്ഞു, 3 ഷോർട്ട് വാൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 3 ഷോർട്ട് വാൾ ഉണ്ട്. സോ നമുക്ക് ഷോർട്ട് വാളിൻ്റെ ഡിസ്റ്റൻസ് എടുക്കാം. ആ ഷോർട്ട് വാളിൻ്റെ ഡിസ്റ്റൻസ് എടുക്കുമ്പോഴും സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്നാണ് ആദ്യം പറഞ്ഞത്. സോ ഇത്രയും ഡിസ്റ്റൻസ് എടുക്കുന്നു, ഇതാണ് സെൻറ്റർ. സോ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു. അപ്പോൾ ഞാൻ വേറൊരു കളറിൽ വരച്ച് കാണിക്കാം. ഓക്കെ, ഇതാണ് സെൻറ്റർ. ഓക്കെ, ഇത്രയും പോർഷനാണ് നമ്മൾ ഷോർട്ട് വാളിൻ്റെ ലെങ്ത് ആയിട്ട് എടുത്തത്, സെൻറ്റർ ടു സെൻറ്റർ എന്ന് പറഞ്ഞെടുത്തത്. ഓക്കെ, ഈ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം നിങ്ങളൊരു 300 സെൻറ്റിമീറ്റർ എന്ന് വെച്ചോ. ഓക്കെ, 300 സെൻറ്റിമീറ്റർ എന്ന് കരുതിക്കോ. ദെൻ നമ്മൾ ഫോർമുല പഠിച്ചത് എങ്ങനെയാണ്, ഷോർട്ട് വാളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മൈനസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ് ആണല്ലേ. ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡാണ്. ഇവിടെ നോക്കുമ്പോൾ ഷോർട്ട് വാളിൻ്റെ ലെങ്ത് നമ്മൾ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെയാണ് എടുത്തത്. ഇവിടെ നമ്മൾ ഇത്രയും പോർഷൻ, അതായത് ഇത്രയും പോർഷൻ നമ്മൾ ഷോർട്ട് വാളിൽ കൂടെ എടുത്തു കഴിഞ്ഞു. ഷോർട്ട് വാളിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. സോ നമ്മൾ എന്ത് ചെയ്യണം, അത് മൈനസ് ചെയ്യണം. അതിനാണ് ഷോർട്ട് വാളിൻ്റെ ഫോർമുലയായ മൈനസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ് എന്ന് പറയുന്നത്. ഈ ലെങ്ത് ഇവിടെ മൈനസ് ചെയ്യുന്നത് പോലെ ഇവിടെയും മൈനസ് ചെയ്യണം. കാരണം എന്താണ്, ഓക്കെ, ഈ പോർഷനിലും നമ്മൾ വാളിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കുന്നത്, ഇത്രയും പോർഷനാണ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. ഇത്രയും പോർഷനാണ് നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. സോ ഈ ഡിസ്റ്റൻസും നമ്മൾ മൈനസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഡിസ്റ്റൻസ് നമ്മൾ ഈ ലോങ് വാൾ എടുത്തപ്പോൾ കൂടെ ആഡായി. സോ ഈ ഡിസ്റ്റൻസ് നമ്മൾ ഈ ഷോർട്ട് വാളിൻ്റെ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഷോർട്ട് വാളിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ മൈനസ് ചെയ്യണം.
അതുകൊണ്ടാണ് മൈനസ് ഷോർട്ട് വാളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കേണ്ട ഫോർമുലയിൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മൈനസ് ഹാഫ് വിഡ്ത്ത് ഓഫ് മൈനസ് വന്നത് അതുകൊണ്ടാണ്. മൈനസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം എന്ന് പറയുമ്പോൾ ഇത് എത്രയായിരിക്കും? ഇത് 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇവിടെയും എത്രയായിരിക്കും? 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ 10 10 20. അതായത് ഈ 300 നിന്ന് എത്ര കുറയ്ക്കണം? 20 കുറയ്ക്കണം. അപ്പം 280 എന്ന് കിട്ടും. 280 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇത് മുതൽ. ഓക്കെ, ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 280 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഈ 280-ന് നമുക്ക് എത്ര ഷോർട്ട് വാളുണ്ട്? 3 ഷോർട്ട് വാളുണ്ട്. സോ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര ഷോർട്ട് വാളുണ്ടോ അതിന് ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ്. ഓക്കെ, ഇത് നിങ്ങൾ ആ ഫോർമുല ഞാൻ ഒന്നുകൂടെ പറയുന്നു. ലോങ് വാളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് പ്ലസ് 1/2 വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ്, അതായത് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ്. ഇനി ഷോർട്ട് വാളിൻ്റെ ലെങ്ത് ആണെങ്കിലോ ഷോർട്ട് വാളിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മൈനസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ്. ഓക്കെ, അതാണ് നമ്മൾ ലോങ് വാളിൻ്റെ എടുത്തു. ലോങ് വാളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ ഡിസ്റ്റൻസ് എടുത്തു 600 എന്ന് പറഞ്ഞു. ദെൻ പ്ലസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ്. ഇവിടെ നമ്മൾ ഇത്രയും പോർഷൻ്റെ ലെങ്ത് നമ്മൾ എടുത്തിട്ടില്ല. സോ അതേപോലെ ഈ രണ്ട് സൈഡിലും വരും. സോ അവിടെ ഇവിടുത്തെ ഒരു സൈഡിലുള്ളത് 10 സെൻറ്റിമീറ്ററും ഈ ഒരു സൈഡിലുള്ളത് 10 സെൻറ്റിമീറ്റർ ആഡ് ചെയ്യുമ്പോൾ 20 ആയി. ദെൻ ടോട്ടൽ ഷോർട്ട് വാൾ ഈ ഒരു ടോട്ടൽ ലോങ് വാളിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 600 പ്ലസ് 20 ചെയ്യുമ്പോൾ 620 ആയി. ദെൻ നമുക്ക് 2 ലോങ് വാളുണ്ട്. സോ 620 ഇൻറ്റു 2 ചെയ്യുമ്പോൾ ടോട്ടൽ ഈ ഒരു പ്ലാനിലുള്ള ടോട്ടൽ ലോങ് വാളിൻ്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടി. ഓക്കെ, ദെൻ അടുത്തതാണ് ഷോർട്ട് വാൾ. ഷോർട്ട് വാളിൻ്റെ ഫോർമുല എന്താണ്? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മൈനസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡാണ്. സോ എന്ത് ചെയ്യുന്നു? ഇത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ ഡിസ്റ്റൻസ് എടുത്തു. ദെൻ ഇത്രയും പോർഷൻ നമ്മൾ മൈനസ് ചെയ്യണം. അതാണ് മൈനസ് ഹാഫ് വിഡ്ത്ത് ഓഫ് ഐറ്റം ഇൻ ബോത്ത് സൈഡ് എന്ന് പറയുന്നത്. സോ ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ്? വാളിന് തിക്നെസ് 10 ആണ്. സോ അതിന് ഹാഫ് എന്ന് പറയുമ്പോൾ വാൾ തിക്നെസ് 20 ആണ്. അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 10 വരും. സോ ഈ സൈഡ് 10 എടുക്കണം, ഈ സൈഡ് 10 എടുക്കണം. അങ്ങനെ 20 ആയി. ആ 20 ഈ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞു? 300 എന്ന് പറഞ്ഞു. ഈ 300 നിന്ന് ആ 20 കുറയ്ക്കണം. അങ്ങനെ 280 കിട്ടി. ഇനി എത്ര ഷോർട്ട് വാളുണ്ട്? 3 ഷോർട്ട് വാളുണ്ട്. സോ 280 ഇൻറ്റു 3 ചെയ്യണം. അപ്പോൾ ഈ ഒരു പ്ലാനിലുള്ള മുഴുവൻ ഷോർട്ട് വാളിൻ്റെയും ടോട്ടൽ ലെങ്ത് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഈ ലോങ് വാളിൻ്റെ ലെങ്ത് എത്രയാണോ നമുക്ക് ടോട്ടൽ കിട്ടിയത്, ഷോർട്ട് വാളിൻ്റെ ലെങ്ത് എത്രയാണോ നമുക്ക് ടോട്ടൽ കിട്ടിയത്, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ലോങ് വാളിൻ്റെ ടോട്ടൽ ലെങ്ത് എക്സ് എന്ന് കിട്ടി. ഓക്കെ, ലോങ് വാളിൻ്റെ ടോട്ടൽ ലെങ്ത് എക്സ് എന്ന് കിട്ടി. അതുപോലെ ഷോർട്ട് വാളിൻ്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് ഒയ് എന്ന് കിട്ടി. എന്ത് ചെയ്യുന്നു? ദെൻ അടുത്ത ടോട്ടൽ വാളിൻ്റെ ലെങ്ത് കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് പ്ലസ് ഒയ് ചെയ്യുന്നു. ഓക്കെ, എക്സ് പ്ലസ് ഒയ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടി. ആ ആൻസറിൻ്റെ കൂടെ നമ്മൾ വാളിൻ്റെ ഹൈറ്റും വാളിൻ്റെ തിക്നെസ്സും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര ക്വാണ്ടിറ്റി ബ്രിക്ക് വേണമെന്ന് കിട്ടും. ഓക്കെ, എത്ര ക്വാണ്ടിറ്റി എന്ന് നമുക്ക് അവിടെ കിട്ടും. ആ ക്വാണ്ടിറ്റീനെ ബ്രിക്കിൻ്റെ ഒരു ബ്രിക്കിൻ്റെ വോളിയം, ഓക്കെ, ഒരു ബ്രിക്കിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര നമ്പർ ഓഫ് ബ്രിക്ക് എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയുന്നു. നമ്മൾ ലോങ് വാളിന് ടോട്ടൽ ലെങ്ത്, ഓക്കെ, ലോങ് വാളിന് ടോട്ടൽ ലെങ്ത് എക്സ് എന്ന് എടുത്തു, എക്സ് എന്ന് കിട്ടി. ഷോർട്ട് വാളിന് ടോട്ടൽ ലെങ്ത് ഒയ് എന്ന് കിട്ടി. ദെൻ ഈ എക്സ് പ്ലസ് ഒയ് ചെയ്യുന്നു. ഓക്കെ, എക്സ് പ്ലസ് ഒയ് ചെയ്യുന്നു. ദെൻ വാളിൻ്റെ ഹൈറ്റ് എത്രയാണ്? 3 മീറ്റർ എന്ന് പറഞ്ഞു, അതായത് 300 സെൻറ്റിമീറ്റർ. തിക്നെസ് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു. സോ ഈ എക്സ് പ്ലസ് ഒയ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസറും അത് ഇൻറ്റു പിന്നെ 300 സെൻറ്റിമീറ്റർ, അതായത് വാളിൻ്റെ ഹൈറ്റ് 300 സെൻറ്റിമീറ്റർ, അത് ഇൻറ്റു ദെൻ വാൾ തിക്നെസ് ആയ 20 സെൻറ്റിമീറ്റർ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അവിടുത്തെ വോളിയം കിട്ടും. ആ ഒരു കൺസ്ട്രക്ഷനിലുള്ള വാളിൻ്റെ ടോട്ടൽ വോളിയം കിട്ടി. ദെൻ ആ വോളിയത്തിന് ഒരു ബ്രിക്കിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ബ്രിക്ക് വേണമെന്ന്, എത്ര നമ്പർ ഓഫ് ബ്രിക്ക് വേണമെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഈ ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡിൽ ചെയ്യുന്നത്. ദെൻ അടുത്തതാണ് സെൻറ്റർ ലൈൻ മെത്തേഡ്. ഈ സെൻറ്റർ ലൈൻ മെത്തേഡിൽ ഞാൻ നിങ്ങൾക്ക് എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ കാര്യമാണ്. എർത്ത് വർക്ക് എക്സ്കവേഷൻ നമ്മളെങ്ങനെ എസ്റ്റിമേഷൻ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇതിലിപ്പോൾ ഈ സെൻറ്റർ ലൈൻ മെത്തേഡ് വെച്ചിട്ടാണെങ്കിലും വാളിൻ്റെ ഒരു ബ്രിക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ ഫോർമുല എന്താണ്? സെൻറ്റർ ലൈൻ മെത്തേഡിൻ്റെ ഫോർമുല എന്താണ്? ഫോർമുല നമുക്ക് ആദ്യം നോക്കണം. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ സെൻറ്റർ ലൈൻ ലെങ്ത് കാണാനായിട്ട് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മൈനസ് നമ്പർ ഓഫ്
ടി ജംഗ്ഷൻ. ഓക്കെ, നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ഇൻറ്റു വിഡ്ത്ത് ബൈ 2. ഓക്കെ, ഇതാണ് സെൻറ്റർ ലൈൻ മെത്തേഡിൻ്റെ ഫോർമുല. അപ്പോൾ സെൻറ്റർ ലൈൻ മെത്തേഡ് വെച്ചിട്ട് ടോട്ടൽ സെൻറ്റർ ലൈൻ ലെങ്ത് കാണാനായിട്ട് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മൈനസ് നമ്പർ ഓഫ് ടി ജംഗ്ഷൻ. ഓക്കെ, നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ഇൻറ്റു വിഡ്ത്ത്, അതായത് വോളിൻ്റെ വിഡ്ത്ത് നമ്മൾ എക്സ്കവേഷൻ ആണെങ്കിൽ എക്സ്കവേഷൻ്റെ വിഡ്ത്ത് ബൈ 2. ഓക്കെ, അതാണ് സെൻറ്റർ ലൈൻ മെത്തേഡിൻ്റെ ഫോർമുല വരുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏതാണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ കാര്യമാണ് എസ്റ്റിമേഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞു. ഈ സെൻറ്റർ ലൈൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ വോളിൻ്റെ ബ്രിക്കിൻ്റെ ക്വാണ്ടിറ്റീനെ എടുക്കുന്നെങ്കിൽ എങ്ങനെ എടുക്കാം? നമുക്ക് ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ ഡിസ്റ്റൻസ് എടുക്കുന്നു, അതുപോലെ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ ഡിസ്റ്റൻസ് എടുക്കുന്നു, ദെൻ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ ഡിസ്റ്റൻസ് എടുക്കുന്നു, ദെൻ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ ഡിസ്റ്റൻസ് എടുക്കുന്നു, ഇതുപോലെ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ എടുക്കുന്നു, ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ എടുക്കും. അങ്ങനെ എല്ലാ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമ്മൾ എടുത്തതിന് ശേഷം മൈനസ് നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ഇൻറ്റു വിഡ്ത്ത് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പ്ലാനിലുള്ള ടോട്ടൽ വോളിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണ്. ഇനി നമുക്കിതിൽ എർത്ത് വർക്ക് എക്സ്കവേഷൻ നോക്കാം. ഞാൻ ഇതിൽ നമ്മൾ എടുക്കുമ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 120 സെൻറ്റിമീറ്റർ എന്ന് വെച്ചോ. ഓക്കെ, 120 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഈ സെൻറ്റർ ലൈൻ മെത്തേഡിലുള്ള നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. ഫോർമുല എന്താണ്? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് ആദ്യത്തെ ഫോർമുലയിലുള്ള. സോ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു വോളിൻ്റെ സെൻറ്റർ ലൈനാണ്. ഈ സെൻറ്റർ ലൈനിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ അങ്ങോട്ട് എടുക്കുന്നു, 60 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എടുക്കുന്നു. ഇവിടെ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ മുതൽ നമ്മളിങ്ങനെ എടുക്കുന്നു. ഓക്കെ, അതായത് ഇതാണ് വോളിൻ്റെ സെൻറ്റർ. ഈ സെൻറ്റർ മുതൽ 60 സെൻറ്റിമീറ്റർ അങ്ങോട്ട്, 60 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എടുക്കുന്നു. അങ്ങനെ ഇത്രയും പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. ദെൻ അതുപോലെ തന്നെ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ ഡിസ്റ്റൻസ് എടുക്കുന്നു. ഓക്കെ, ഇത്രയും പോർഷൻ. ഓക്കെ, അതായത് ഈ വോളിൻ്റെ സെൻറ്ററിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട്, 60 സെൻറ്റിമീറ്റർ അങ്ങോട്ട്. അതുപോലെ തന്നെ ഈ വോളിൻ്റെ സെൻറ്ററിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എടുക്കുന്നു, 60 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട് എടുക്കുന്നു. അത് എടുക്കുന്നത് എങ്ങനെയാണ്? ഈ വോളിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതാണ് സെൻറ്റർ ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും പോർഷൻ എടുത്തു. അതുപോലെ തന്നെ ഇവിടെയും ഇങ്ങനെ എടുക്കുന്നു, ഇത്രയും പോർഷൻ നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഇത്രയും പോർഷനാണ് നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്റർ ലൈൻ മെത്തേഡ് എടുക്കുമ്പോൾ ഈ രീതിയിലാണ് എടുക്കുന്നത്. അതായത് ഇവിടെ ഈ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണെന്നാണ് പറഞ്ഞത്. സോ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ ഡിസ്റ്റൻസ് എടുക്കുന്നു. ഇവിടുത്തെ വീതി എത്രയാണ്? ഈ വീതി ഇത് മുതൽ ഇതുവരെയുള്ള വീതി എന്ന് പറയുന്നത് എത്രയാണ്? 120 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ ഡിസ്റ്റൻസ് എടുക്കുന്നു. ഈ വീതി എത്രയാണ്? ഇത്രയും വീതിയിലാണ് നമുക്ക് എക്സ്കവേഷൻ ചെയ്യാനുള്ളത്. സോ ഈ വീതി എത്രയാണ്? 120 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ എടുത്തു. ഈ വീതി 120 സെൻറ്റിമീറ്റർ തന്നെയാണ്. സോ ദെൻ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ എടുത്തു. ദെൻ ഈ വീതി എത്രയാണ്? 120 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇനി നമുക്ക് ഈ പോർഷനിലും, അതായത് ഇവിടെയും ആളുണ്ടല്ലോ, ഇത്രയും പോർഷനിലൂടെ നമുക്ക് എക്സ്കവേഷൻ ചെയ്യേണ്ടതുണ്ട്. സോ അവിടെയും നമുക്ക് എടുക്കാം. ഈ സെൻറ്റർ മുതൽ ഈ വോളിൻ്റെ ഈ സെൻറ്റർ മുതൽ നമ്മളിങ്ങനെ എടുക്കുന്നു. ഓക്കെ, ഇങ്ങനെ എടുക്കുന്നു. ഇവിടെയും ഈ വോളിൻ്റെ ഈ സെൻറ്റർ ലൈനിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ അങ്ങോട്ട്, 60 സെൻറ്റിമീറ്റർ ഇങ്ങോട്ട്, അങ്ങനെയാണ് നമ്മൾ എടുത്തത്. അതുപോലെ തന്നെ ഈ വോളിലും ഇത്രയും ഈ ഒരു വോളിൽ നമ്മൾ എക്സ്കവേഷൻ ചെയ്യണം. സോ ആ പോർഷൻ നമ്മൾ എടുക്കുന്നു, ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ. ഓക്കെ, അങ്ങനെയാണ്. അത് ഞാൻ വേറെ കളറിൽ വരയ്ക്കാടാ. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻ. അപ്പോൾ ഇത്രയും പോർഷനിലാണ് നമ്മൾ എക്സ്കവേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് ലെങ്ത്. അതായത് ഇപ്പം ഈ ഒരു ടോട്ടൽ പ്ലാനിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആയി. ഇനി സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് വരും, ഈ 4 കോർണറിലും ഇത്രയും പോർഷൻ നമ്മൾ എടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണ് എടുക്കാത്തത്? ഇവിടെ ഞാൻ ഈ ഹേച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ, ഈ ഹേച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ, ഇത്രയും പോർഷൻ എല്ലായിടത്തും 2 പ്രാവശ്യം നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻ, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷൻ, ഈ ഒരു പോർഷൻ ഇപ്പം നമ്മൾ നോക്കുക. ഈ ഒരു പോർഷൻ നമ്മൾ ഈ ഡിസ്റ്റൻസ് എടുക്കുന്നുണ്ട്, ഈ ഡിസ്റ്റൻസ് എടുത്തപ്പോഴും നമ്മൾ എടുക്കുന്നുണ്ട്. സോ ഇത്
2 പ്രാവശ്യം ഇത്രയും പോർഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. സോ ഈ പോർഷൻ ഇവിടെ ആഡ് ഓൺ ആയിക്കൊള്ളും. ഇത് നമ്മൾ 2 തവണ എടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുമ്പോൾ ഈ ഇത്രയും പോർഷൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ 2 തവണ എടുക്കുന്നുണ്ട്. ഈ ഒരു പോർഷൻ എടുക്കുമ്പോഴും ചെയ്യുന്നുണ്ട്, ഈ ഒരു പോർഷൻ എടുക്കുമ്പോഴും ചെയ്യുന്നുണ്ട്. സോ ഈ പോർഷൻ ഇവിടെ ആഡ് ആയിക്കൊള്ളും. സോ അതുകൊണ്ടാണ് ഈ പോർഷൻ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്. ഈ പോർഷൻ നമ്മൾ പിന്നീട് സെപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ പോർഷൻ നമ്മൾ 2 തവണ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോഴും ഈ പോർഷൻ 2 പ്രാവശ്യം ആഡ് ആകുന്നത് കൊണ്ട് ഈ പോർഷൻ ഇവിടെ ആഡ് ഓൺ ആയിക്കൊള്ളും. ഓക്കെ, ഇനി നമുക്ക് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കിട്ടി. ഓക്കെ, ഈ ടോട്ടൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമുക്ക് ഒറ്റയടിക്ക് തന്നെ ഈ ഒരു ടോട്ടൽ പ്ലാനിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കിട്ടി. ഇനി ഫോർമുല എന്താണ്? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മൈനസ് നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ഇൻറ്റു വിഡ്ത്ത് ബൈ 2. ഇവിടെ നമ്പർ ഓഫ് ടി ജംഗ്ഷൻ എത്രയാണ്? നമ്പർ ഓഫ് ടി ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ടി ജംഗ്ഷൻ ആണല്ലേ, ഇതൊരു ടി ജംഗ്ഷൻ 1, ദെൻ ഇതൊരു ടി ജംഗ്ഷനാണ് 2, ദെൻ ഇതൊരു ടി ജംഗ്ഷനാണ് 3, ഇതൊരു ടി ജംഗ്ഷനാണ് 4. അങ്ങനെ 4 ടി ജംഗ്ഷൻ നമ്മൾ കണ്ടു. ഇനി ഇവിടേക്കും ടി ജംഗ്ഷൻ ഉണ്ടല്ലേ, സോ ഇവിടെയും ഒരു ടി ജംഗ്ഷൻ എടുക്കാം, ഇവിടെയും ഇങ്ങനെ ഒരു ടി ജംഗ്ഷൻ എടുക്കാം, ഇവിടെ ഇങ്ങനെ ഒരു ടി ജംഗ്ഷൻ എടുക്കാം, ഇവിടെ എടുക്കാം. സോ നമ്മളിങ്ങനെ ഇതുപോലെ ക്രോസ് വരുമ്പോൾ, ഓക്കെ, ഇതുപോലെ ക്രോസ് വരുമ്പോഴാണ് നമ്മളവിടെ എത്ര ടി ജംഗ്ഷനായിട്ട് എടുക്കുന്നത്? ഇങ്ങനെ ഒരു ക്രോസ് ജംഗ്ഷൻ വരുമ്പോൾ നമ്മളവിടെ 2 ടി ജംഗ്ഷനായിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ ഒരു ക്രോസ് ജംഗ്ഷൻ വരുമ്പോൾ നമ്മൾ അത്രയും പോർഷനെ 2 ടി ജംഗ്ഷനായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 2 ടി ജംഗ്ഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ഫോർമുലയിൽ എന്താണ് പറയുന്നത്? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ദെൻ നമ്പർ ഓഫ് ടി ജംഗ്ഷൻ എത്രയാണ്? നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ഇവിടെ ഒരു ക്രോസ് വരുന്നുണ്ട്. സോ ഇവിടുത്തെ ടി ജംഗ്ഷൻ നമ്പർ 2 ആണ്, അല്ലാതെ തന്നെ 4 ടി ജംഗ്ഷൻ ഉണ്ട്. സോ ടോട്ടൽ ടി ജംഗ്ഷൻ നമ്പർ എത്രയാണ്? 6 ആണ്. സോ 6 ഇൻറ്റു ബ്രെഡ്ത്ത് ബൈ 2. ബ്രെഡ്ത്ത് എത്രയാണ്? 120 സെൻറ്റിമീറ്റർ. സോ 120/2 ചെയ്യുക. അതായത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 1000 സെൻറ്റിമീറ്റർ എന്ന് വെച്ചോ. ഓക്കെ, 1000 സെൻറ്റിമീറ്റർ എന്ന് കരുതിക്കോ. ഓക്കെ, 1000 സെൻറ്റിമീറ്റർ എന്ന് വെച്ചോ. അതായത് ഈ ടോട്ടൽ വാളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 1000 സെൻറ്റിമീറ്റർ എന്ന് കരുതുക. ദെൻ 1000 മൈനസ് നമ്പർ ഓഫ് ടി ജംഗ്ഷൻ എത്രയാണ്? 6. ഓക്കെ, നമ്പർ ഓഫ് ടി ജംഗ്ഷൻ 6 ആണ്. 6 ഇൻറ്റു ഇവിടുത്തെ വിഡ്ത്ത് എത്രയാണ്? 120 സെൻറ്റിമീറ്റർ ആണ്. ദെൻ 120/2 ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന എത്രയാണ് ആൻസർ? അതായിരിക്കും ഇവിടുത്തെ ടോട്ടൽ സെൻറ്റർ ലൈൻ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ടോട്ടൽ സെൻറ്റർ ലൈൻ ലെങ്ത് ആയിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ഒന്നുകൂടെ പറയുന്നത് സെൻറ്റർ ലൈൻ മെത്തേഡിൽ. ഓക്കെ, സെൻറ്റർ ലൈൻ മെത്തേഡിൽ നമ്മൾ എല്ലാ വാളിൻ്റെയും സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. ഓക്കെ, എല്ലാ വാളിൻ്റെയും സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. നമ്മളിവിടെ എക്സ്കവേഷൻ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. എക്സ്കവേഷൻ ചെയ്യേണ്ട കാര്യമുണ്ട്. എക്സ്കവേഷൻ്റെ വിഡ്ത്ത് എത്രയാണ്? 120 സെൻറ്റിമീറ്റർ ആണ്. സോ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ ലെങ്ത് എടുക്കുന്നു. ദെൻ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെയുള്ള ലെങ്ത് എടുത്തു. ദെൻ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെയുള്ള ലെങ്ത് എടുത്തു. ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെയുള്ള ലെങ്ത് എടുത്തു. ദെൻ അതുപോലെ തന്നെ ഇന്നർ വാളുകളായ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെയുള്ള ലെങ്ത് എടുത്തു. ദെൻ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെയുള്ള ലെങ്ത് എടുത്തു. ഇവിടെ ഇനി ഒരു കാര്യം, നമ്മൾ മൈനസ് നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ഇൻറ്റു ബ്രെഡ്ത്ത് ബൈ 2 മൈനസ് ആണ് ചെയ്യുന്നത്. മൈനസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു പോർഷൻ, ഓക്കെ, ഈ ഒരു പോർഷൻ്റെ പോർഷനും ഈ ഒരു പോർഷനും നമ്മൾ എടുക്കുമ്പോൾ ഇത്രയും പോർഷൻ ഇവിടെ ഓവർലാപ്പ് ചെയ്ത് വരികയാണ്. ഈ ഒരു പോർഷൻ നമ്മൾ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ മൈനസ് എന്ന ഭാഗം വന്നത്. ഓക്കെ, ഇത്രയും പോർഷൻ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മൈനസ് വന്നത്. ഓക്കെ, ഇത്രയും പോർഷൻ നമ്മൾ ഈ ഒരു പോർഷൻ എടുക്കുമ്പോഴും ഈ ഒരു പോർഷൻ 2 പ്രാവശ്യം അവിടെ ഓവർലാപ്പ് ചെയ്ത് വരികയാണ്. സോ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ മൈനസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് സെൻറ്റർ ലൈൻ മെത്തേഡിൽ നമ്മൾ പറഞ്ഞത്. സെൻറ്റർ ലൈൻ മെത്തേഡിൽ എന്താണ് ഫോർമുല? എന്താണ്? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മൈനസ് നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ഇൻറ്റു വിഡ്ത്ത് ബൈ 2. ഓക്കെ, ഇനി നിങ്ങൾക്കിപ്പോൾ എക്സാമിനിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. ഈ ഒരു സിംഗിൾ റൂം തന്നിട്ട് അതിൻ്റെ ബ്രിക്ക് വർക്കോ അല്ലെങ്കിൽ ബ്രിക്കിൻ്റെ നമ്പറോ അല്ലെങ്കിൽ എക്സ്കവേഷൻ്റെ എന്തോ ആയിക്കോട്ടെ, വാട്ടെവർ, നിങ്ങൾക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ പറയാൻ. ഇപ്പോൾ ഞാൻ എക്സ്കവേഷൻ്റെ തന്നെ എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എക്സ്കവേഷൻ എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? സെൻറ്റർ ടു സെൻറ്റർ, ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ ഡിസ്റ്റൻസ് എടുത്തു. അതുപോലെ തന്നെ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ ഡിസ്റ്റൻസ് എടുത്തു. ദെൻ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ ഡിസ്റ്റൻസ് എടുത്തു. ദെൻ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെ ഡിസ്റ്റൻസ് എടുത്തു. അങ്ങനെ നമുക്ക് ടോട്ടൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കിട്ടി.
ഓക്കെ, ഇനി നമ്മൾ ഫോർമുല എന്താണ് പറയുന്നത്? സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് മൈനസ് നമ്പർ ഓഫ് ടി ജംഗ്ഷൻ ഇൻറ്റു വിഡ്ത്ത് ബൈ 2 എന്നാണ് പറഞ്ഞത്. ഇവിടെ ടി ജംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ഈ ഒരു പോർഷന് ടി ജംഗ്ഷൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ടി ജംഗ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ എടുത്തപ്പോൾ എത്ര ലെങ്താണോ ടോട്ടൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിൽ എത്ര ലെങ്താണോ ടോട്ടൽ കിട്ടിയത് അത് തന്നെയായിരിക്കും ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് നിങ്ങൾക്കൊരു 900 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയെന്ന് വെച്ചോ. അല്ലെങ്കിൽ ഒരു 800 സെൻറ്റിമീറ്റർ, ഓക്കെ, 800 സെൻറ്റിമീറ്റർ കിട്ടി. അപ്പം ടോട്ടൽ ലെങ്തായി എത്രയാണ്? ടോട്ടൽ ലെങ്ത് 800 സെൻറ്റിമീറ്റർ ആണ്. ഇനി 800 ഇൻറ്റു, ഇപ്പം നമുക്ക് എക്സ്കവേഷനാണ് ഇവിടെ ചെയ്യേണ്ടതെങ്കിൽ 800 ഇൻറ്റു വിഡ്ത്ത് എത്രയാണ്? 120 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഡെപ്ത് എത്രയാണോ അതിനെ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അവിടുത്തെ നമുക്ക് ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ എക്സ്കവേഷൻ ചെയ്യേണ്ടത് എന്ന ഒരു വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ സെൻറ്റർ ലൈൻ മെത്തേഡാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.